ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് പല മണ്ഡലങ്ങളിലും അട്ടിമറി നടന്നുവെന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. കർണാടകയിലെ ആനന്ദ് ലോക്സഭാ മണ്ഡലം ഉദാഹരണമാക്കി രാഹുൽ ആഞ്ഞടിച്ചപ്പോൾ ഇങ്ങ് കേരളത്തിലും സമാനമായ ആരോപണം നടന്ന മണ്ഡലമുണ്ട്. BJP ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് താമര വിരിയിച്ച തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ടിംഗ് അട്ടിമറി നടന്നുവെന്ന് തെളിഞ്ഞിരിക്കുന്നത്. അലന്ത് നിയമസഭാ മണ്ഡലത്തിന്റെ 6018 വോട്ടർമാരെയാണ് ഡിലീറ്റ് ചെയ്തത്. എന്നാൽ തൃശൂരിലേക്ക് വന്നാൽ ഈ കണക്ക് ഇരട്ടിയിലധികമാകും. 24,472 വോട്ടുകളാണ് ഇവിടെ ഡിലീറ്റ് ചെയ്തത്. തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ ചിലരെങ്കിലും ബൂത്തിലെത്തി പരാതി പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സ്വന്തം വോട്ട് കാണാനില്ല എന്നതായിരുന്നു ആ പരാതി. കുറച്ചു പേരുടെയെങ്കിലും വോട്ട് അവരറിയാതെ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ സംഭവിച്ചതുപോലെ അയൽവാസിയുടെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലുമാണോ അപേക്ഷ നൽകിയത് എന്നറിയാൻ അന്വേഷണം നടക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത് സാധിക്കില്ല എന്നാണ്. പക്ഷേ അതത് മണ്ഡലത്തിലെ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഓഫീസർമാരും വിചാരിച്ചാൽ എന്തും സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഉത്തരം. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എങ്ങനെയാണ് മറ്റൊരു മണ്ഡലത്തിലിരുന്ന് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഉയർത്തി. എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നേരത്തെ വ്യക്തമായതാണ്. ഓരോ മണ്ഡലത്തിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്ന EROമാരുണ്ട്. പേര് നീക്കം ചെയ്യുന്നതിൽ അവർക്കാണ് പൂർണ്ണാധികാരം. ഒരാളുടെ പേര് നീക്കം ചെയ്യാൻ ഒരു തെളിവും ഹാജരാക്കേണ്ടതില്ല എന്നതാണ് ഒന്നാമത്തെ വലിയ ആനുകൂല്യം. ബൂത്തിലെ ഏതെങ്കിലും വീട്ടിലുള്ള 10-12 പേരുടെ പേര് നീക്കം ചെയ്യാൻ ഒരു അപേക്ഷ നൽകിയാൽ മാത്രം മതി. ഇതിനായി ഫോം 7 പൂരിപ്പിക്കണം. ഈ ഫോം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നേരിട്ട് നൽകാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ടും നൽകാം. ഈ മാർഗമാണ് അലന്ത് മണ്ഡലത്തിൽ കൂടുതലായി ഉപയോഗിച്ചത്. ഇതിനായി ECI നെറ്റ് ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. ഇത് വെരിഫൈ ചെയ്യാൻ മാത്രമാണ് ഒരു ഫോൺ നമ്പർ ആവശ്യമുള്ളത്. ഒരു ബൂത്തിലെ ഏതെങ്കിലും അംഗത്തിന്റെ തിരിച്ചറിയൽ കാർഡ് നമ്പർ കിട്ടിയാൽ കാര്യം എളുപ്പമായി. ഈ നമ്പർ ഉപയോഗിച്ച് ആപ്പിൽ ലോഗിൻ ചെയ്യാം. അതിന് ഏത് ഫോൺ നമ്പറും ഉപയോഗിക്കുകയും ചെയ്യാം. തൃശൂർ മണ്ഡലത്തിലെ 1-ാം നമ്പർ ബൂത്തിലെ ഒന്നാമത്തെ വോട്ടറുടെ തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉപയോഗിച്ച് ഡൽഹിയിലിരുന്ന് ഇത് ചെയ്യാൻ കഴിയുമെന്നും ഓർക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഫോൺ നമ്പറിൽ OTP സ്വീകരിച്ചാൽ മാത്രം മതി. പിന്നെ ചെയ്യുന്നതെല്ലാം ആ ബൂത്തിലെ വോട്ടറാണ് എന്ന് മാത്രമായിരിക്കും രേഖകൾ പറയുന്നത്. തൃശൂരെ ഒരു വോട്ട് മഹാരാഷ്ട്രയിലിരുന്ന് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ അപേക്ഷ നൽകാമെന്ന് ചുരുക്കം. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രത്യേക സോഫ്റ്റ്വെയർ ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് എതിർ പാർട്ടിക്കാർക്ക് തനിച്ചിരുന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും പറയേണ്ടി വരും. ഈ രീതിയിൽ 24,000-ലധികം വോട്ടുകളാണ് തൃശൂരിൽ നിന്ന് ഒഴിവാക്കിയെന്നതും വാസ്തവമാണ്.